ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ കണക്കാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട, പൊട്ടുകടല, കസകസ. അത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കഷ്ണങ്ങളാക്കിയ തക്കാളി, നീളത്തിലരിഞ്ഞ പച്ചമുളക്, ചെറുതായി അരിഞ്ഞ സവാള. ഇതൊക്കെയാണ് നമുക്ക് കറിക്ക് ആവശ്യമുള്ളത്. ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല കണ്ണാടി പരുവത്തിൽ വേണം നമുക്ക് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. അത് ഓരോ സ്പൂണായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വെളുത്തുള്ളി 1 സ്പൂണ്, ഇഞ്ചി 1 സ്പൂണ്. അതും കൂടി ഇട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കഷ്ണങ്ങളാക്കിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്നത് വരെ നമുക്ക് വേവിക്കണം. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കളറിന് ആവശ്യമായിട്ട് ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അതിനാവശ്യമായിട്ട് ഈ ഉള്ളി മസാലയ്ക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കണം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മസാലയും ഒരു തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ മസാല വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഉള്ളിയും ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതുപോലെ കറി നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് നമ്മൾ അരച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഒഴിച്ച് കൊടുക്കാം. മസാലക്കൂട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കറി നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയിൽ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിന് നമ്മൾ ഉപ്പൊക്കെ നോക്കി റെഡിയാക്കാം. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഓരോ മുട്ടകളാക്കി എടുത്ത് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില, ഒരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടി ചെയ്തിട്ട് നമുക്ക് കറി ഇറക്കാനാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.